നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കൊളംബിയയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ കൊളംബിയൻ മെത്രാൻ സമിതി വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. ജൂൺ 19 ദേശീയ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാനാണ് മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് സമാധാനവും ഐക്യവും ജനാധിപത്യ മൂല്യങ്ങളും ശക്തിപ്പെടണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ ആഹ്വാനം. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ഭിന്നതകളും സാമൂഹ്യ സംഘർഷങ്ങളും വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്തമുള്ള പൗരബോധത്തോടെയും ക്രൈസ്തവ മൂല്യങ്ങളോടെയും വോട്ട് ചെയ്യണമെന്ന് മെത്രാൻ സമിതി ഓർമ്മിപ്പിച്ചു. പൊതുനന്മയ്ക്കും ദേശീയ ഐക്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എല്ലാ രൂപതകളിലും നടത്തണമെന്നും മെത്രാൻ സമിതി കൊളംബിയയിലെ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. ഇറ്റാലിയൻ കത്തോലിക്ക സഭയുടെ പ്രമുഖ വ്യക്തിയും വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ അടുത്ത സഹപ്രവർത്തകനുമായിരുന്ന കർദിനാൾ കാമിലോ റൂയിനി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 95 വയസ്സായിരുന്നു. ഇറ്റാലിയൻ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനും റോം രൂപതയുടെ വികാരിയായും ദീർഘകാലം സേവനം ചെയ്ത അദ്ദേഹം ഇറ്റലിയിലെ സഭയുടെ സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾക്ക് ശക്തമായ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു. 1990കളിലും 2000കളിലും ഇറ്റാലിയൻ സഭയുടെ പൊതുജീവിതത്തിലെ സ്വാധീനമുള്ള ശബ്ദമായിരുന്ന കർദിനാൾ ജീവന്റെ വിശുദ്ധി, കുടുംബം, വിവാഹം തുടങ്ങിയ വിഷയങ്ങളിൽ സഭയുടെ നിലപാടുകൾ ശക്തമായി മുന്നോട്ടുവെച്ചു. അദ്ദേഹത്തെ ജോൺ പോൾ II ഇറ്റലിയിലെ മുഖ്യ തന്ത്രജ്ഞൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ലാറ്റിൻ ഗ്രാമി ജേതാവായ കാറ്റിയ ഡെൽ സിഡ് കന്യാമറിയത്തോടുള്ള ഭക്തി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മേറ്റർ സ്പേ എന്ന പുതിയ പ്രാർത്ഥന ആൽബം പുറത്തിറക്കി. കത്തോലിക്ക ആത്മീയതയും സംഗീതവും സമന്വയിപ്പിച്ചിരിക്കുന്ന ഈ ആൽബം വ്യക്തിപരവും കുടുംബപരവുമായ പ്രാർത്ഥനകൾക്ക് സഹായകരമാകുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. വിശ്വാസികൾക്ക് പ്രത്യാശയും സമാധാനവും നൽകുന്ന ഒരു ആത്മീയ യാത്രയായി മേറ്റർ സ്പേ മാറുമെന്ന് കാറ്റിയ ഡെൽ സിഡ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറ്റലിയിലെ റോമിലുള്ള ഒറേലിയ ആശുപത്രിയിലെ ചാപ്പലിൽ നിന്ന് സക്രാരി മോഷ്ടിക്കപ്പെട്ടതായി റോമാ രൂപത അറിയിച്ചു. ജൂൺ 16 സംഭവം. പിറ്റേന്ന് രാവിലെ ചാപ്പൽ തുറന്നപ്പോൾ സക്രാരി ബലമായി നീക്കം ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സക്രാരിക്കൊപ്പം വിശുദ്ധ കുർബാനയും മോഷ്ടിക്കപ്പെട്ടതായി രൂപത വ്യക്തമാക്കി. കൂടാതെ ചാപ്പലിലെ നേർച്ചപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന പണവും മോഷ്ടിക്കപ്പെട്ടു. സംഭവത്തിൽ അതിരൂപത ദുഃഖം രേഖപ്പെടുത്തി. വിശ്വാസികൾ കടുത്ത ദുഃഖത്തിലാണെന്നും അതിരൂപത അറിയിച്ചു. FCRA ഭേദഗതി ബില്ലിനെ ചൊല്ലിയുള്ള ആശങ്കകൾക്കിടയിൽ രാജ്യവ്യാപകമായി ദേശീയ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ CBCI ആഹ്വാനം ചെയ്തു. ബില്ലിലെ ചില വ്യവസ്ഥകൾ സന്നദ്ധ സംഘടനകളുടെയും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സേവന സ്ഥാപനങ്ങളുടെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നാണ് സഭയുടെ വിലയിരുത്തൽ. രാജ്യത്തെ എല്ലാ രൂപതകളിലും ഇടവകകളിലും പ്രത്യേക പ്രാർത്ഥനകളും ആരാധനകളും സംഘടിപ്പിക്കണമെന്നും ഭരണഘടനാപരമായ അവകാശങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും രാജ്യത്തിനു വേണ്ടിയും ഭരണാധികാരികൾക്കു വേണ്ടിയും സഭയുടെ ശുശ്രൂഷാ ദൗത്യങ്ങൾ തുടരുന്നതിനു വേണ്ടിയും ഒന്നുചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് വിശ്വാസികളോട് CBCI ആവശ്യപ്പെട്ടു. ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.